സാമ്രാജ്യത്തിന് അവർ പിന്തുണ കൊടുക്കുന്ന ഇസ്രായേലിന് ഇന്ന് കമ്മ്യൂണിസം ഒരു ഭീഷണിയല്ല. ദയവായി കമ്മ്യൂണിസ്റ്റ് സൈനികന്മാർ ഒരു സത്യം തുറന്ന് സമ്മതിക്കുക. ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം പേടിക്കുന്ന ഘടകം, ജോർജ് ബുഷിന്റെ ഉറക്കം കെടുക്കുന്ന ഘടകം കമ്മ്യൂണിസമല്ല, മറിച്ച് ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ് എന്ന സത്യം അവർ തിരിച്ചറിയുക. അമേരിക്കൻ സാമ്രാജ്യത്തിന് ഇപ്പൊ പേടി ഈ പ്രത്യയശാസ്ത്രം മാത്രമാണ്. അത് വെച്ചുകൊണ്ട് തീർച്ചയായും ലോകതലത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റത്തെ കമ്മ്യൂണിസ്റ്റുകാർ പേടിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ജനതയുടെ മുഖത്ത് നോക്കി ഇത്തരം പൊടിക്കൈകൾ പ്രയോഗിച്ച് തിരിച്ചു വരാനുള്ള കണക്കുകളെന്നവർക്ക് വേണ്ട. എന്തെല്ലാം വിധത്തിലുള്ള പ്രചരണങ്ങളാണ് അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സമ്മേളനം കഴിഞ്ഞാൽ, ഞങ്ങൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിയുണ്ടാവില്ല. കൂട്ടത്തോടുകൂടി രാജ്യമാകും പറഞ്ഞു. സംഗതി ശരിയാണ്, രാജ്യം സംഭവിച്ചു. മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിലല്ല, ദേശാഭിമാനിയുടെ പത്രാധികളാണ് രാജ്യയുടെ തുടക്കം സംഭവിച്ചത്. എണ്ണം വിജയം സമ്മേളനത്തിൽ പലരും പറയുന്ന സത്യമാണ് സുജിത്ത്. അദ്ദേഹം ശരിയായ ഉപദേശം അദ്ദേഹത്തെ പ്രായമുള്ള മനസ്സിലാക്കി കൊടുത്തു. എന്താ പറഞ്ഞത്? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഡിസ്കസിംഗ് ഓൺ ഐഡിയോളജീസ്. തത്വശാസ്ത്രം പറഞ്ഞിട്ട് വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട എന്നാണ് സുജിത്ത് ഇതിനോട് പറഞ്ഞത്. പച്ച പട്ടുപുതച്ച കോട്ടക്കുന്ന് ഒരു ചരിത്രം കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയത്ത് ഈ മണ്ണിൽ വിളയുകയില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്പനാളുകൾക്ക് മുമ്പ് കോട്ടക്കുന്നിൻ്റെ അന്തരീക്ഷത്തിൽ ധാരാളം മാലിന്യങ്ങൾ വരുത്തുകയുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ പച്ചപ്പട്ടാളം ഇതാ ഇവിടെ ശുദ്ധികലശം വരുത്തിയിരിക്കുന്നു. ഇനി പിറക്കാനിരിക്കുന്ന തലമുറയും അവരുടെ നെഞ്ചോട് ചേർത്ത് ഏതെങ്കിലും ഒരു പതാക കാത്തു സൂക്ഷിക്കുമെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ അർദ്ധചന്ദ്ര താരാത്മകമായ പരിവർത്തനമാണ്. അവരുടെ ഉൾക്കുരുന്നിൻ്റെ ഉൾത്തട്ടിൽ അവരേതെങ്കിലും നേതാവിനെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ അത് കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ്. ഇത് ഇതിഹാസം